കൊണ്ട് മകൻ ഇപ്പോൾ നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നഗരസഭ എന്നാൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഗോപന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പുരോഗമിക്കുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നത് അടക്കമുള്ളവ സ്ഥിരീകരിക്കാനാവൂ. ഇത് സംബന്ധിച്ച് പോലീസിന്റെ നടപടിക്രമങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് നെയ്യാറ്റിൻകര നഗരസഭ എടുക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകകരം എന്ന് പറയുന്നത് തന്റെ പിതാവ് സമാധിയായി എന്ന് പറഞ്ഞ് യുക്തികൾക്കെല്ലാം നിരക്കാത്ത ഒരു വാദം ഉന്നയിച്ച മക്കൾ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ തന്നെ ഭാഗമായ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോപൻ സ്വാമിയുടെ സമാധി ദുരൂഹത ഇതുവരെ അവസാനിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. രാസപരിശോധന ഫലം ഇതുവരെ വന്നിട്ടില്ല. പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം സ്വാഭാവിക മരണമാണ്. എന്നാൽ ഇതിനൊക്കെ ശേഷം മക്കളായ പോറ്റികൾ, കുഞ്ഞു പോറ്റികൾ എല്ലാവരും കൂടെ ചേർന്ന് അപ്പൻ്റെ ബോഡി കൊണ്ട് മഹാസമാധിയാക്കി. സമാധി ചെയ്യാൻ വന്നിരുന്ന മറ്റു വലിയ സ്വാമിമാരൊക്കെ പറഞ്ഞിരുന്നു കുറച്ചൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കണമായിരുന്നു, അല്ല എങ്കിൽ ഒരുപക്ഷെ ഒരു ഡോക്ടറെങ്കിലും കാണിച്ച ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാമായിരുന്നു. അതിന് കഴിഞ്ഞില്ല എങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ്, പഞ്ചായത്ത് മെമ്പറോടോ വേണ്ടപ്പെട്ട ആരോടെങ്കിലും ഒന്ന് അറിയിച്ചതിന് ശേഷം ഇത് ചെയ്യാമായിരുന്നു എന്ന തരത്തിൽ സംസാരിക്കുകയുണ്ടായി. അതൊന്നും ആ സമയത്ത് ഈ പോറ്റിമാരോർത്തില്ല. കാരണം എങ്ങനെയും അപ്പനെ അടക്കം ചെയ്ത് ഒന്ന് സമാധിയാക്കണമെന്ന് മാത്രമേ അവർ ചിന്തിച്ചിരുന്നുള്ളൂ. ഇതേ ഗോപൻ സ്വാമിയുടെ മക്കളായ ഈ പോറ്റിമാരിപ്പോൾ അപ്പൻ്റെ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുകയാണ്. ഇപ്പം മുനിസിപ്പാലിറ്റിയൊക്കെ സമീപിച്ചിരിക്കുകയാണ്, മരണ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട്. എന്നാൽ നഗരസഭ എന്തു പറഞ്ഞു? നടക്കില്ല. കാരണം ഇത് അസ്വാഭാവികമാണ്. അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല. പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ, അസ്വാഭാവികത ഒന്നുമില്ല എന്ന്. എന്നാൽ രാസപരിശോധന ഫലം വരാതെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും ഇവരുദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇവരെന്താ ഉദ്ദേശിച്ച് അപ്പൻ്റെ ബോഡി കൊണ്ടുപോയിട്ട് മഹാസമാധിയാക്കി അതിൽ നിന്ന് ആൾക്കാരൊക്കെ പലരും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കുറച്ച് ഭണ്ഡാരപ്പെട്ടിയിലൊക്കെ കുറച്ച് പൈസ വീഴും, അതൊക്കെ ഒരു ആശ്രമമാക്കി മാറ്റി പയ്യെ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കരുതിയത്. എന്നാൽ ഇതൊന്നും നടന്നില്ല. ഈ കുഞ്ഞു പോറ്റിമാരുദ്ദേശിച്ച പോലെ ഒരു കാര്യവും നടന്നില്ല. അതാണിപ്പോൾ ഏറെ അവരെ കഷ്ടത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പണി കിട്ടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റൊക്കെ എവിടെയൊക്കെ കൊടുത്താലാ? റേഷൻ കാർഡിൻ്റെ കാര്യത്തിന് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്താലേ, ബാങ്കിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കണ്ടേ ഡെത്ത് സർട്ടിഫിക്കറ്റ്? ഇവർ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടണ്ട എന്ന് കരുതി ചെയ്തതാണോ, അതോ അന്നേരത്തെ ആ ബുദ്ധിയിൽ എങ്ങനെയെങ്കിലും അപ്പനെ ഒന്ന് സമാധിയാക്കി കുറച്ച് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രം ചിന്തിച്ച് ചെയ്തതാണോ എന്നും അറിയില്ല. ആ കാര്യങ്ങളൊന്നും ബുദ്ധി വന്നില്ല. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, പല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിനെ പല കാര്യങ്ങൾക്ക് സമീപിക്കേണ്ടതായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകത എന്തെന്ന് ഈ കുഞ്ഞുപോറ്റിമാർ മനസ്സിലാക്കിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം അവർക്ക് വലിയൊരു അബദ്ധമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇത്രത്തോളം ആയിട്ടും മകൻ്റെ കോൺഫിഡൻറ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. പുള്ളി പറയുന്നത് ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളിലുള്ള നാനാ മതസ്ഥർ ഇവിടെ വരുന്ന തൊഴുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഒത്തിരി ദൂരത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും വരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ചിലപ്പോൾ ആൾക്കാർ വരുന്നുണ്ടാവും. കാരണം ദൂരദേശത്തൊക്കെ ആൾക്കാർ വന്ന് നാനാ മതസ്ഥരൊക്കെ അവിടെ വരുന്നുണ്ടാവും. കാരണം ഈ കുടുംബവും ഈ പരിസരവും ഈ മഹാസമാധിയും ഈ പൂജയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ വരുന്നത്. ഇപ്പം ഒരേ ഒരു വരുമാന മാർഗമായിരുന്ന പശുവിനെ വിറ്റിട്ടാണ് ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നത്. കാരണം മഹാശിവരാത്രി വരുവാണ്. ശിവരാത്രിയുടെ അന്ന് ശിവലിംഗം ആ മഹാസമാധിക്ക് മേലെ ഇവർക്ക് പ്രതിഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ള വരുമാന മാർഗമായിരുന്ന പാല് തന്നിരുന്ന പശുവിനെ വിറ്റിട്ടാണ് ഇക്കാര്യം ചെയ്തിരിക്കുന്നത്. അതായത് ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും വരുമാനത്തിന്? തീരെ നിവൃത്തിയില്ല എന്നാണ് ഗോപൻ ദൈവത്തിൻ്റെ ഭാര്യ പറയുന്നത്. എന്നാൽ ദൈവത്തോട് അങ്ങ് പറഞ്ഞാൽ പോരെ? അത് അമ്മച്ചിക്ക് മനസ്സിലാകുന്നില്ല. അമ്മച്ചി വന്ന ചാനലുകാരോട് പറയുകയാണ്, ഞങ്ങൾക്ക് തീരെ നിവൃത്തിയില്ല, ഇപ്പം എന്ത് ചെയ്യണം? എന്തായാലും ആരെ അറിയിക്കാതെയും ആരെയൊക്കെ അറിഞ്ഞാൽ ഞങ്ങളുടെ അപ്പൻ ദൈവത്തിൻ്റെ സമാധിക്ക് ഇത് വരത്തില്ല എന്നും, തൃപ്തി വരത്തില്ല, സംതൃപ്തി വരത്തില്ല, അതിൻ്റെ ഉപയോഗം ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരെ അറിയിക്കാതെ രാത്രിക്ക് രാത്രി ചെയ്താണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധി. എന്തായി? ഇനിയിപ്പോൾ കൈയും കാലിട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആരും അറിയാതെ കഞ്ഞിയും വെള്ളമൊക്കെ കൊടുത്ത് ഷുഗറിൻ്റെ ഗുളികയും പ്രഷറിൻ്റെ ഗുളികയും ഇൻസുലിനൊക്കെ അടിച്ച് കയറ്റിച്ച് കഞ്ഞിയും കൊടുത്ത് അപ്പൻ മോൻ്റെ കൈയും പിടിച്ച് സമാധിയിലേക്ക് അങ്ങ് പോയി മോൻ കൊണ്ട് സമാധി ഇരുത്തി. ഇപ്പം കിടന്ന് വെപ്രാളപ്പെടുന്നു. കൈയും കാലിട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റ് മതക്കാരെയോ അല്ലെങ്കിൽ മറ്റ് ഇതിൽപ്പെട്ടവരെയോ, മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റിക്കാർ വരെ പറഞ്ഞേക്കുക അടങ്ങിയിരുന്നോളാൻ. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ രാസപരിശോധന ഫലം വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്ത് ചെയ്യും? ഇതിനല്ലേ പറയണ വിനാശകാലേ വിപരീത ബുദ്ധിന്ന്.